ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മലയാളത്തിലെ വിത്ത് എന്ന മഹാത്ഭുതം എന്ന പാഠഭാഗമാണ്. ഇതിനു മുമ്പ് ഗ്രാമസ്ത്രീകൾ, കുമ്മാട്ടി തുടങ്ങിയ ചാപ്റ്ററിൻ്റെ ഫുൾ ആക്ടിവിറ്റീസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂണിറ്റ് 1 ലാസ്റ്റത്തെ ചാപ്റ്ററാണ് വിത്ത് എന്ന മഹാത്ഭുതം. ഓക്കെ, അപ്പോൾ വിത്ത് എന്ന മഹാത്ഭുതം എന്ന് നമ്മുടെ കൃഷിയെക്കുറിച്ചും കാർഷിക പാരമ്പര്യത്തെക്കുറിച്ചും ഉള്ളൊരു പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് പരമ്പരാഗത കാർഷിക രീതികളുടെ പ്രത്യേകിച്ച് വിത്ത് ശേഖരണത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു പാഠഭാഗമാണ്. ചെറുവയൽ രാമൻ എന്ന പത്മശ്രീ ജേതാവായ കർഷകൻ്റെ അനുഭവങ്ങളിലൂടെ വിത്തുകളുടെ ഗുണമേന്മ നിലനിർത്തുന്നതിനും നല്ല വിളവ് നേടുന്നതിനും ആവശ്യമായ അറിവുകളും ചിട്ടകളും ഇത് പരിചയപ്പെടുത്തുന്നു. പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് കൃത്യമായ കണക്കുകളോടെയുള്ള കൃഷിരീതികൾ എങ്ങനെയാണ് മെച്ചപ്പെട്ട വിളവിനെ സഹായിക്കുന്നതെന്നും ഇവിടെ വിവരിക്കുന്നു. അപ്പോൾ ഈ പാഠഭാഗം നമ്മുടെ കൃഷിയും അതേപോലെ തന്നെ വിത്തുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. പ്രസംഗം ഉണ്ടാക്കാനുണ്ട്, ചോദ്യാവലി തയ്യാറാക്കാനുണ്ട്, അഭിമുഖ റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് വിത്ത് മേള സംഘടിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യണം തുടങ്ങിയ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന ഒരു പാഠഭാഗമാണ്. അതെല്ലാം മിസ് ചെയ്യാണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചങ്കുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റീസിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് ചങ്കിനാണ് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തതെന്നും കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പാഠഭാഗം ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. എന്നാലല്ലേ ഉള്ളൂ നമുക്ക് എവിടെ നിന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയതെന്നൊക്കെ ഒരു ഏകദേശ ഐഡിയ ഈ പാഠഭാഗത്തെ പറ്റിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പാഠം വായിച്ചു പോകാം. വിത്ത് എന്ന മഹാത്ഭുതം. വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. 80% മൂപ്പാവുമ്പോഴാണ് വിളവെടുക്കേണ്ടത്. നിങ്ങൾക്ക് വിത്ത് ശേഖരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 80% മൂപ്പാവുമ്പോഴാണ് നമ്മൾ വിളവെടുക്കേണ്ടത്. 80% മൂപ്പേ പാടുള്ളൂ എന്ന് തന്നെ പറയാം. 100% പാടില്ല. 100% മൂത്തുപോയ 100% മൂത്തുപോയ വിത്തിൻ്റെ ഗുണം നഷ്ടപ്പെടും. 80% മൂപ്പിൽ വിളവെടുക്കുന്ന നെല്ലാണ് ഭക്ഷണത്തിനും നല്ലത്. അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്നൊരു പഴമൊഴി തന്നെയുണ്ട്. ഏത് കൃഷിയായാലും അതങ്ങനെയാണ്. നാളികേരമോ അടയ്ക്കയോ എന്തുമായിക്കൊള്ളട്ടെ, 80% മൂപ്പിൽ വിളവെടുക്കുന്നതാണ് വിത്തിന് ഉത്തമം. ആ സമയമാകുമ്പോൾ വയലിൽ പോയി ഏറ്റവും ആരോഗ്യമുള്ള നെന്മണികൾ ഏത് ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നത് എന്ന് നോക്കും. അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക. അത് കൊയ്തു കൊണ്ടുവന്ന് കൊഴിച്ചെടുക്കുന്നു. 14 ദിവസം വെയിലത്തും മഞ്ഞത്തും ഇട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുകയാണ്. അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത്. ഇത് എല്ലാ ഇനങ്ങൾക്കും ബാധകമാണ്. ഇപ്പം നിങ്ങൾ ചിത്രത്തിൽ കണ്ടല്ലോ, രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ പത്മശ്രീ നേടിയ ചെറുവയൽ രാമൻ്റെ ചിത്രമാണ്, അദ്ദേഹത്തിൻ്റെ ലേഖനമാണിത്. അപ്പോൾ വിത്ത് എങ്ങനെ ശേഖരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതിക്കും പ്രാധാന്യമുണ്ട്. പയറിൻ്റെ വിത്താണ് എടുക്കുന്നതെങ്കിൽ പയർവള്ളിയുടെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഉപേക്ഷിക്കുക. അതിൻ്റെ നടുക്കുള്ള മണികൾ മാത്രം തിരഞ്ഞെടുക്കുക. മധ്യത്തിൽ നിന്ന് തന്നെ എടുക്കണം. ആദ്യം കായ്ക്കുന്നത് വിത്തിനായി എടുക്കരുത്. 3 മാസമാണ് ഒരു പയർവള്ളി വിളവ് തരുന്നതെങ്കിൽ 1.5 മാസം കഴിഞ്ഞ് പാകമാകുന്ന പയർമണികൾ മാത്രമേ വിത്തിനെടുക്കാവൂ. അതായത് ആദ്യം കായ്ക്കുന്നതും എടുക്കരുത്, അവസാനം കായ്ക്കുന്നതും എടുക്കരുത്. നടുവിൽ നിന്ന് തന്നെ എടുക്കണം. ഇതേ രീതിയിലാണ് എല്ലാ വിത്തുകളും ശേഖരിക്കേണ്ടത്. നെൽക്കതിരിൻ്റെ 2 അറ്റവും ഉപേക്ഷിച്ച ശേഷം നടുക്കു നിന്നുള്ള മണികൾ എടുക്കണം. ആ ഇനത്തിൻ്റെ തനിമ നിലനിർത്താൻ ഈ രീതിയാണ് ഉത്തമം എന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ശേഖരിച്ച വിത്ത് ഉണക്കുന്നതിനും ചില ചിട്ടകളുണ്ട്. നെല്ലാണെങ്കിൽ വെയിലും മഞ്ഞും കൊള്ളിക്കുന്നു. ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു. വിത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ഊർജം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കീടനാശിനി മുക്കിയിട്ടാണ് വിത്തുകൾ വയ്ക്കുക, ഹൈബ്രിഡ് വിത്തുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. എന്നാൽ പരമ്പരാഗത വിത്തുകൾ ഞാൻ പറഞ്ഞ രീതിയിൽ 14 ദിവസം മഞ്ഞിലും വെയിലും ഇട്ട് ഉണക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വിത്തിനെ പ്രകൃതിയുമായി ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവിക പ്രതിരോധ ശേഷി വിത്തിനുണ്ടാകുന്നു. ഹൈബ്രിഡുകളുടെ കാര്യത്തിൽ ഈ പ്രതിരോധ ശേഷിക്ക് വേണ്ടിയാണ് അവ കീടനാശിനികൾ മുക്കുന്നത്. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന വിത്തുകൾ മുള, ഈറ്റ ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കൊമ്മ, കുട്ട എന്നിവയിലൊക്കെയായിരുന്നു പണ്ട് സൂക്ഷിച്ചിരുന്നത്. ഇതുകൂടാതെ കച്ചി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വിത്തുമുട എന്നൊരു സാധനമുണ്ട്. അതിൻ്റെ ആകൃതി ഒരു പന്ത് അല്ലെങ്കിൽ ഭൂഗോളം പോലെയാണ്. ഇത് മൂക്കാത്ത ഈറ്റ കീറിയെടുത്ത് നാരുണ്ടാക്കി കിട്ടും, അല്ലെങ്കിൽ ചൂരലിൻ്റെ വള്ളി ഉപയോഗിക്കും.
വയനാട്ടിൽ വിത്ത് പാകുന്നത് 2 സമയത്താണ്. പൊടിനാറെന്നും ചെളിനാറെന്നും പറയും. വിത്ത് പാകാൻ സമയമാകുമ്പോഴാണ് പിന്നീട് വിത്ത് പുറത്തെടുക്കുന്നത്. മേടമാസത്തിൽ ആദ്യ മഴ പെയ്തു കഴിയുമ്പോഴാണ് വിത്ത് പാകി തുടങ്ങുന്നത്. ആദ്യം മൂപ്പ് കൂടിയ വിത്തുകളാണ് എടുക്കുന്നത്, അതായത് 8 മാസം 10 മാസം മൂപ്പുള്ള വിത്തുകൾ. ഈ വിത്തുകൾ ഇടവപ്പാതി ആവുമ്പോഴേക്കും പറിച്ചു നടാൻ പാകമാകും. പിന്നീട് മൂപ്പനുസരിച്ച് ഓരോരോ വിത്തുകളും അതിൻ്റെ കണക്ക് നോക്കി പാകുകയും പറിച്ചു നടുകയും ചെയ്യും. പണ്ട് മൂപ്പിൻ്റെ ദിവസങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി വിത്ത് പാകുന്നതിലും പറിച്ചു നടന്നതിലും കാരണവന്മാർ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അതുമൂലം വിളവ് കുറയുകയും ചെയ്തിട്ടുണ്ട്. 6 മാസം അല്ലെങ്കിൽ 150 ദിവസം മൂപ്പുള്ള വിത്താണെങ്കിൽ 42 ദിവസത്തിനുള്ളിൽ ഞാറ് പറിച്ചു നടണം. അതായത് 6നെ 7 കൊണ്ട് ഗുണിക്കുന്നു. 7 6 42. ഇനി 4 മാസം പ്രായമുള്ള വിത്താണെങ്കിൽ 7 4 28. അതായത് 28 ദിവസത്തിനുള്ളിൽ പറിച്ചു നടണം. ഇതാണ് കണക്ക്. ഇത്തരത്തിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്കു വഹിച്ചിട്ടുണ്ട്. പണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം മൂലം കണക്കുകൾ കൃത്യമായിരുന്നില്ല. പിന്നീട് കർഷകൻ വിദ്യാഭ്യാസം നേടുകയും കണക്ക് കൂട്ടാൻ പഠിക്കുകയും ചെയ്തതോടെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചിട്ടുള്ള ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം രൂപപ്പെട്ടു വരുന്നതാണ് ഇതൊക്കെ. ഗവേഷണം നടത്തി കണ്ടുപിടിക്കുന്നതല്ല. വന്നതിന് ശേഷം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് കർഷകൻ കണക്കാക്കാൻ തുടങ്ങി. വിളയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ആ അന്വേഷണവും നിരീക്ഷണവുമാണ് ഇത്തരത്തിലുള്ള ക്രമം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചത്. വിത്തിടുന്ന തീയതി രേഖപ്പെടുത്തി വെച്ചു തുടങ്ങി. വിളവെടുക്കുന്ന തീയതി രേഖപ്പെടുത്തി. അപ്പോൾ ഇത്ര ദിവസം എടുത്തു എന്ന് കൃത്യമായി മനസ്സിലാക്കി. അങ്ങനെയാണ് കൃത്യമായ ഒരു ക്രമം വളർന്നു വന്നത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സംഭാവനയല്ല, മറിച്ച് കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളിലൂടെയാണ് ഇത്തരം അറിവുകൾ രൂപപ്പെടുന്നത്. കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം നഷ്ടപ്പെടുന്നതാണ് ഇന്ന് കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളികളിൽ പ്രധാനം. ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. വിളവെടുക്കുന്ന സമയമാകുമ്പോഴും എല്ലാ വിത്തിനങ്ങളും മൂപ്പ് ഏകദേശം തുല്യമായി നിൽക്കും. ആ കണക്ക് നോക്കിയാണ് വിത്ത് പാകുന്നതും ഞാറ് പറിച്ചു നടുന്നതുമെല്ലാം. കൊയ്ത്തിൻ്റെ സമയമാവുമ്പോഴേക്ക് എല്ലാ ഇനങ്ങൾക്കും തുല്യ മൂപ്പാക്കും. ആ ഒരു ചാക്രികതയിലേക്ക് കൃഷിയെ കൊണ്ടുവന്നു. ആത്മകഥ ചെറുവയൽ രാമൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പാഠഭാഗം വായിച്ചു. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ്, ആശയങ്ങളാണ് നമുക്ക് കിട്ടിയത്, അതിൻ്റെ ഒരു ചുരുക്കം നമുക്ക് നോക്കാം. ആധുനിക കൃഷി രീതികൾ പ്രചാരത്തിലുണ്ടെങ്കിലും തലമുറകളായി കൈമാറി വന്ന പരമ്പരാഗത കാർഷിക ജ്ഞാനത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിക്കുന്നു. കൃഷിയുടെ അടിസ്ഥാനമായ വിത്തിൻ്റെ ഗുണമേന്മ ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറയുന്നു. ശരിയായ രീതിയിൽ വിത്ത് തിരഞ്ഞെടുക്കുന്നതും ഉണക്കുന്നതും സംഭരിക്കുന്നതെന്നും എങ്ങനെയാണെന്ന് എത്ര പ്രാധാന്യമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. കീടനാശിനികളില്ലാതെ പ്രകൃതിദത്തമായ രീതിയിൽ വിത്തുകൾക്ക് പ്രതിരോധ ശേഷി നേടിക്കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നു. കർഷകർക്ക് വിദ്യാഭ്യാസം ലഭിച്ചപ്പോൾ കൃഷിയിൽ എങ്ങനെ ശാസ്ത്രീയമായ സമീപനം കൊണ്ടുവരാൻ സാധിച്ചു എന്നും അത് വിളവ് വർദ്ധിപ്പിക്കാൻ സഹായിച്ചു എന്നും ഈ ഭാഗം വിശദീകരിക്കുന്നു. കർഷകർ തമ്മിലുള്ള ആശയവിനിമയം അറിവ് പങ്കുവയ്ക്കുന്നതിനും കൃഷിയെ പരിപോഷിക്കുന്നതിനും എത്ര നിർണായകമാണെന്ന് പാഠഭാഗം ഓർമ്മിപ്പിക്കുന്നു. ഈ ആശയവിനിമയത്തിൻ്റെ അഭാവം ഇന്നത്തെ കൃഷി നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ? വായിക്കാൻ അറിയാം. പാഠഭാഗം വ്യക്തിഗതമായി വായിച്ച് പ്രധാന ആശയങ്ങൾ അവതരിപ്പിക്കൂ, എഴുതൂ. അപ്പം നമ്മൾ ആ പ്രധാന ആശയങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം. വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? ആദ്യത്തെ ചോദ്യം എന്താണ്? വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? വിത്ത് ശേഖരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെല്ല് 80% മാത്രം മൂപ്പെത്തുമ്പോഴാണ് വിളവെടുക്കേണ്ടത്. പൂർണ്ണമായി മൂപ്പെത്താൻ കാത്തിരുന്നാൽ വിത്തിൻ്റെ ഗുണനിലവാരം കുറയും. വയലിൽ നിന്ന് ഏറ്റവും ആരോഗ്യമുള്ള നെന്മണികൾ വേണം വിത്തിനായി തിരഞ്ഞെടുക്കാൻ. ധാന്യമണികൾ എടുക്കുമ്പോഴും ചില ചിട്ടകളുണ്ട്. പയർവള്ളിയുടെ നടുഭാഗത്തുള്ള മണികൾ മാത്രമാണ് വിത്തിനായി എടുക്കേണ്ടത്. ആദ്യം കായ്ക്കുന്നതും അവസാനത്തേതും ഒഴിവാക്കണം. നെൽക്കതിരിൻ്റെ കാര്യത്തിലും രണ്ടറ്റത്തുമുള്ള മണികൾ ഉപേക്ഷിച്ച് നടുവിലുള്ളവ തിരഞ്ഞെടുക്കുന്നതാണ് തനിമ നിലനിർത്താൻ ഉത്തമം. ഈ ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ല വിത്തുകൾ ഉറപ്പാക്കാൻ സഹായിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതികൾ എന്തെല്ലാം? വിത്തിനായി ധാന്യമണികൾ എടുക്കുന്നതിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് രണ്ടാമത്തെ ചോദ്യം. വിത്തിനായി ധാന്യമണികൾ എടുക്കുന്നതിൽ ചില പ്രത്യേക രീതികളുണ്ട്. പയറിൻ്റെ കാര്യത്തിൽ പയർവള്ളിയുടെ അറ്റത്തുള്ള മണികൾ ഒഴിവാക്കണം. പകരം വള്ളിയുടെ നടുഭാഗത്തുള്ള മണികൾ മാത്രമാണ് വിത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യത്തെയും അവസാനത്തെയും കായ്കൾ എടുക്കാതെ ഒരു പയർവള്ളി ഏകദേശം 3 മാസം വിളവ് നൽകുന്നുണ്ടെങ്കിൽ 1.5 മാസം കഴിഞ്ഞ് പാകമാകുന്ന മണികളാണ് വിത്തിന് ഏറ്റവും ഉത്തമം. നെൽക്കതിരിൻ്റെ കാര്യത്തിലാണെങ്കിൽ കതിരിൻ്റെ രണ്ടറ്റത്തുമുള്ള മണികൾ ഉപേക്ഷിച്ച ശേഷം നടുവിൽ നിന്നുള്ള മണികൾ എടുക്കണം. ഈ രീതിയിൽ വിത്തിനങ്ങളുടെ തനിമ നിലനിർത്താൻ വളരെ പ്രധാനമാണെന്ന അനുഭവങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ചിട്ടകൾ പാലിക്കുന്നത് ഗുണമേന്മയുള്ള വിത്തുകൾ ഉറപ്പാക്കാൻ സഹായിക്കും. ഇനി മൂന്നാമത്തേത് നോക്കാം. ശേഖരിക്കുന്ന വിത്തുകൾ ഉണക്കുന്ന ചിട്ടകൾ എന്തെല്ലാം? ശേഖരിച്ച വിത്തുകൾ ഉണക്കുന്നതിന് ചില പ്രത്യേക രീതികളുണ്ട്. നെല്ലാണെങ്കിൽ 14 ദിവസം വെയിലത്തും മഞ്ഞത്തും ഇട്ട് ഉണക്കണം. ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു. വിത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കാനും സ്വാഭാവിക പ്രതിരോധ ശേഷി നൽകാനും ഇത് സഹായിക്കും. ഉണക്കിയ വിത്തുകൾ കൊമ്മ, കുട്ട തുടങ്ങിയ പരമ്പരാഗത സംഭരണികളിൽ സൂക്ഷിച്ചിരുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഞാറ് നടുന്നതിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എങ്ങനെയെല്ലാം? പണ്ട് പരമ്പരാഗത കർഷകന് മൂപ്പിൻ്റെ ദിവസങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. ഇത് പലപ്പോഴും വിളവ് കുറയാൻ കാരണമായി. വിദ്യാഭ്യാസം കർഷകരുടെ ചിന്താരീതിയെ വികസിപ്പിക്കുകയും പ്രകൃതിയുടെ മാറ്റങ്ങളെ കണക്കിലെടുത്ത് കൃഷിയെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കുകയും ചെയ്തു. ഇത് വെറും ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന അറിവുകളായിരുന്നില്ല, മറിച്ച് അനുഭവങ്ങളുടെയും കൃത്യമായ നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കർഷകർ സ്വയം രൂപപ്പെടുത്തിയ രീതികളായിരുന്നു. വിത്തിടുന്ന തീയതിയും വിളവെടുക്കുന്ന തീയതിയും രേഖപ്പെടുത്തി വെക്കാൻ തുടങ്ങിയത് ഓരോ വിത്തിനും എത്ര ദിവസം മൂപ്പ് വേണം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കർഷകരെ സഹായിച്ചു. ഇനി നമുക്ക് ആ ഭാഗത്തിലുള്ള അവസാനത്തെ ചോദ്യം നോക്കാം. കർഷകർ തമ്മിലുള്ള വിനിമയങ്ങളിലൂടെ കൈമാറുന്ന അറിവുകൾ എന്തെല്ലാം? കർഷകർ തമ്മിലുള്ള വിനിമയങ്ങളിലൂടെ കൈമാറുന്ന അറിവുകൾ കൃഷിയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത് വ്യക്തിഗത കണ്ടെത്തലുകളായിരുന്നില്ല, കൂട്ടായ അനുഭവങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഫലമായിരുന്നു. പ്രധാനമായും വിളവ് മെച്ചപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ, ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിത്തിനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, കൃത്യമായ കണക്കുകളും ക്രമങ്ങളും, ഉദാഹരണത്തിന് വിത്തിൻ്റെ മൂപ്പിനനുസരിച്ച് ഞാറ് പറിച്ചു നടേണ്ട ദിവസങ്ങളുടെ കണക്കുകൾ എന്നിവ പരസ്പരം കൈമാറി. രോഗങ്ങളെയും കീടങ്ങളെയും നേരിടാനുള്ള പരമ്പരാഗത വഴികളും പ്രകൃതിയുടെ താളത്തിനനുസരിച്ചുള്ള കൃഷിരീതികളും പങ്കുവച്ചു. ഈ ആശയവിനിമയം നഷ്ടപ്പെടുന്നത് ഇന്നത്തെ കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളിയാണെന്ന് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി നമുക്ക് ഈ വിത്തെന്ന മഹാത്ഭുതം എന്ന പാഠഭാഗത്തിൻ്റെ ആശയം ചെറുതായിട്ടൊന്ന് നോക്കാം. വിത്തെന്ന മഹാത്ഭുതം എന്ന ഈ പാഠഭാഗം പരമ്പരാഗത കാർഷിക രീതികളുടെയും വിത്ത് ശേഖരണത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. പത്മശ്രീ ജേതാവായ ചെറുവയൽ രാമൻ്റെ അനുഭവങ്ങളിലൂടെ വിത്തുകളുടെ ഗുണമേന്മ നിലനിർത്തുന്നതിനും മികച്ച വിളവ് നേടുന്നതിനും ആവശ്യമായ പ്രായോഗിക അറിവുകളും ചിട്ടകളും ഇത് പരിചയപ്പെടുത്തുന്നു. 80% മൂപ്പിൽ വിളവെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ആരോഗ്യകരമായ വിത്തുകൾ തിരഞ്ഞെടുക്കേണ്ട രീതി, പയറിനും നെല്ലിനും വിത്തെടുക്കുമ്പോൾ നടുഭാഗത്തെ മണികൾക്ക് നൽകുന്ന പ്രാധാന്യം എന്നിവ ലേഖകൻ വിശദീകരിക്കുന്നു. വിത്തുകൾ വെയിലത്തും മഞ്ഞത്തും ഇട്ട് 14 ദിവസം ഉണക്കുന്നതിൻ്റെ പ്രാധാന്യവും ഇത് എങ്ങനെ സ്വാഭാവിക പ്രതിരോധ ശേഷി നൽകുന്നു എന്ന് പറയുന്നു. കീടനാശിനികളിൽ മുക്കുന്ന ഹൈബ്രിഡ് വിത്തുകളിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യസ്തമാണെന്നും എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. അതായത് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ പരിഗണിച്ചിട്ട് ഇതിൻ്റെ പ്രധാന ആശയങ്ങൾ അവതരിപ്പിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം നമ്മൾ ആ ചോദ്യങ്ങളൊക്കെ നോക്കി അതേപോലെ അതിൻ്റെ പ്രധാന ആശയമാണ് നമ്മളിപ്പോൾ പറയുന്നത്. വിദ്യാഭ്യാസം കർഷകർക്ക് ഞാറ് നടലിൽ കൃത്യമായ കണക്കുകളും ക്രമങ്ങളും കൊണ്ടുവരാൻ സഹായിച്ചത് എങ്ങനെയാണെന്ന് പാഠഭാഗം വ്യക്തമാക്കുന്നു. വിത്തിടുന്ന തീയതി രേഖപ്പെടുത്തുന്നതിലൂടെയും വിളവിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെയും കൃത്യമായ ഒരു ചാക്രികതയിലേക്ക് കൃഷിയെ കൊണ്ടുവരാൻ സാധിച്ചു. ഏറ്റവും പ്രധാനമായി കർഷകർ തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെയാണ് ഈ അറിവുകൾ രൂപപ്പെട്ടതെന്നും ഈ ആശയവിനിമയത്തിൻ്റെ അഭാവം ഇന്നത്തെ കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളിയാണെന്നും ലേഖകൻ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയുമായി ഇഴുകിച്ചേർന്നതും അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതുമായ ഈ കാർഷിക ജ്ഞാനത്തിൻ്റെ സംരക്ഷണമാണ്
പാഠഭാഗത്തിൻ്റെ പ്രധാന ആശയം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ്. എന്താണ് ചോദ്യം? കർഷകരുടെ നീണ്ട കാലത്തെ പരിശ്രമങ്ങളും അനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാടിൻ്റെ വിശപ്പകറ്റാൻ സഹായകം ആകുന്നത്. പാഠഭാഗത്ത് നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമുക്ക് കുറിപ്പ് തയ്യാറാക്കാം. ചെറുവയൽ, അതായത് ചോദ്യം എന്താണ്? ഒരു കർഷകൻ്റെ നീണ്ടകാലത്തെ പരിശ്രമവും അനുഭവവുമാണ് നമ്മുടെ നാടിൻ്റെ അതായത് കൃഷിയിലൂടെയാണ് നമ്മുടെ നാടിൻ്റെ വിശപ്പകറ്റുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രസ്താവനയുടെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ചെറുവയൽ രാമനെ പോലെയുള്ള കർഷകരുടെ നീണ്ടകാലത്തെ അനുഭവങ്ങളാണ് വിത്ത് ശേഖരണത്തിലെ പല ചിട്ടങ്ങൾക്കും അടിസ്ഥാനം. ഉദാഹരണത്തിന് 80% മൂപ്പെത്തുമ്പോൾ വിളവെടുക്കുന്ന നെല്ലാണ് വിത്തിനും ഭക്ഷണത്തിനും ഉത്തമം എന്ന കണ്ടെത്തൽ അധികം വിളഞ്ഞ വിത്ത് കൊള്ളില്ല എന്ന പഴമൊഴിയിലൂടെ രൂപപ്പെട്ട അനുഭവ പാഠമാണ്. കർഷകർക്ക് വിദ്യാഭ്യാസം ലഭിച്ചതോടെ പരമ്പരാഗതമായ അറിവുകൾക്ക് ഒരു ശാസ്ത്രീയ അടിത്തറ കൈവന്നു. പണ്ട് കൃത്യമായ കണക്കുകളില്ലാതെ ഞാറ് നട്ടിരുന്നത് വിളവ് കുറയാൻ കാരണമായിരുന്നു. എന്നാൽ വിദ്യാഭ്യാസം വന്നതോടെ വിത്തിൻ്റെ മൂപ്പിനനുസരിച്ച് ഞാറ് പറിച്ചു നടേണ്ട ദിവസങ്ങളെക്കുറിച്ച് അവർക്ക് കൃത്യമായ കണക്കുകൾ കണ്ടെത്താൻ സാധിച്ചു. അറിവുകൾ ഒരു വ്യക്തിയുടെ മാത്രം കണ്ടുപിടുത്തങ്ങളായിരുന്നില്ല, മറിച്ച് കർഷകർ തമ്മിലുള്ള നിരന്തരമായ ആശയവിനിമയങ്ങളിലൂടെയും കൂട്ടായ പരിശ്രമങ്ങളിലൂടെയുമാണ് ഇവ രൂപപ്പെട്ടത്. അനുഭവങ്ങൾ പങ്കുവച്ചും സംശയങ്ങൾ ദൂരീകരിച്ചും അവർ ഒരുമിച്ച് കൃഷിരീതികളെ പരിഷ്കരിച്ചു. വിളവെടുപ്പ് കർഷകരുടെ നീണ്ട കാലത്തെ പ്രായോഗിക അനുഭവങ്ങളും അതിനെ വിദ്യാഭ്യാസം വഴി ശാസ്ത്രീയമായ ചിട്ടപ്പെടുത്തിയും പരസ്പരമുള്ള അറിവ് കൈമാറ്റവുമാണ് നമ്മുടെ നാടിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും വിശപ്പകറ്റുന്നതിനും അടിസ്ഥാനമായ ഘടകങ്ങൾ. ഈ അറിവുകൾ സംരക്ഷിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ചോദ്യാവലി തയ്യാറാക്കാനാണ്. അഭിമുഖം നടത്താം. നാട്ടിലെ കൃഷിരീതികളെക്കുറിച്ച് അറിയാൻ കൃഷിക്കാരുമായി അഭിമുഖം നടത്താനുള്ള ചോദ്യാവലി തയ്യാറാക്കി അഭിമുഖം നടത്തണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അഭിമുഖത്തിൻ്റെ റിപ്പോർട്ടും വീഡിയോയും തയ്യാറാക്കണം. അപ്പം നമുക്ക് അഭിമുഖം നോക്കാം. വിത്തുകൾ ശേഖരിക്കുന്നതിനെയും എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് നമുക്ക് ആദ്യം നോക്കാം. വിത്തുകൾ ശേഖരിക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും എന്തെങ്കിലും പ്രത്യേക രീതികൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ കൃഷിയിടത്തിൽ രാസവളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? കീടങ്ങളുടെയും രോഗങ്ങളെയും നിയന്ത്രിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? കാലാവസ്ഥാ മാറ്റങ്ങൾ നിങ്ങളുടെ കൃഷിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ മാറ്റങ്ങളെ നേരിടാൻ എന്തെങ്കിലും പുതിയ രീതികൾ അവലംബിക്കുന്നുണ്ടോ? കൃഷി ചെയ്യുന്നതിലെ പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ. ഇനി നമുക്ക് അഭിമുഖ റിപ്പോർട്ട് തയ്യാറാക്കണം. അതിൻ്റെ ടോപ്പിക്കായിട്ട് തലക്കെട്ട് നമുക്ക് എന്ത് കൊടുക്കാം? പരമ്പരാഗത കാർഷിക രീതിയും ആധുനിക കാഴ്ചപ്പാടും എന്ന് നമുക്ക് ഹെഡിങ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ഇത് എഴുതണം. റിപ്പോർട്ട് തയ്യാറാക്കിയ ആളെ പേര് എഴുതണം. തീയതി 2025 ജൂലൈ 26. സ്ഥലം കുരുവട്ടൂർ, കേരളം. അഭിമുഖം നടത്തിയ വ്യക്തി ശ്രീ രാഘവൻ നായർ. കർഷകൻ, ഏകദേശം 60 വയസ്സ്, 40 വർഷത്തെ കാർഷിക പരിചയം. അഭിമുഖത്തിൻ്റെ ലക്ഷ്യം നാട്ടിലെ പരമ്പരാഗത കാർഷിക രീതിയെക്കുറിച്ചുള്ള ആധുനിക കൃഷിയിലെ വെല്ലുവിളികളെക്കുറിച്ചും കർഷകരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. റിപ്പോർട്ട് തയ്യാറാക്കിയതും തീയതിയും സ്ഥലവും, നമ്മൾ ഏത് കർഷകനെയാണ് അഭിമുഖം നടത്തിയതും അതേപോലെ അഭിമുഖത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രധാന വിവരങ്ങളും നിരീക്ഷണങ്ങളും, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് എന്താണ് ഈ ഇൻ്റർവ്യൂ നടത്തിയിട്ട് അഭിമുഖം നടത്തിയിട്ട് നമുക്ക് കിട്ടിയ വിവരങ്ങളെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കണം. ശ്രീ രാഘവൻ നായരുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ കാർഷിക അനുഭവങ്ങളും പരമ്പരാഗത രീതികളോടുള്ള പ്രതിബദ്ധതയും വ്യക്തമായി. പ്രധാനമായും നെൽകൃഷിയാണ് അദ്ദേഹം ചെയ്യുന്നത്. വിത്ത് ശേഖരണവും ഉപയോഗവും. ശ്രീ രാഘവൻ നായർ പ്രധാനമായും നാടൻ നെൽവിത്തുകളാണ് ഉപയോഗിക്കുന്നത്. വിത്ത് ശേഖരണത്തിൽ വിത്തെന്ന മഹാത്ഭുതം എന്ന പാഠഭാഗത്തിൽ പറയുന്ന പല ചിട്ടകളും അദ്ദേഹം പിന്തുടരുന്നുണ്ട്. നെല്ല് 80% മൂപ്പെത്തുമ്പോൾ വിളവെടുക്കുകയും നെൽക്കതിരിൻ്റെ രണ്ടറ്റവും ഒഴിവാക്കി നടുഭാഗത്തുള്ള മണികൾ വിത്തിനായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ശേഖരിച്ച വിത്തുകൾ 14 ദിവസം വെയിലത്തും മഞ്ഞത്തും ഇട്ട് ഉണക്കിയാണ് സൂക്ഷിക്കുന്നത്. ഇത് വിത്തിന് സ്വാഭാവിക പ്രതിരോധം നൽകുമെന്നും രാസകീടനാശിനികളുടെ ആവശ്യം കുറയ്ക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. രാസവളങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി ജൈവവളങ്ങളെയാണ് അദ്ദേഹം ആശ്രയിക്കുന്നത്. ചാണകം, കമ്പോസ്റ്റ്, പച്ചിലവളങ്ങൾ എന്നിവയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. കീടങ്ങളെ നിയന്ത്രിക്കാൻ വേപ്പെണ്ണ മിശ്രിതം പോലെയുള്ള ജൈവ കീടനാശിനികളും പരമ്പരാഗത രീതികളും അവലംബിക്കുന്നു. കൃഷിയിലെ പ്രധാന വെല്ലുവിളികളായി ശ്രീ രാഘവൻ നായർ ചൂണ്ടിക്കാട്ടിയത്
തൊഴിലാളികളുടെ ലഭ്യത കുറവ്, ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കാത്തത്, വന്യജീവി ശല്യം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയാണ്. ഇനി ഉപസംഹാരമായിട്ട് നമുക്ക് എന്ത് എഴുതാം? ശ്രീ രാഘവൻ നായരുമായുള്ള അഭിമുഖം പരമ്പരാഗത കാർഷിക രീതികളുടെ പ്രാധാന്യവും അവയെ ശാസ്ത്രീയമായി സമീപിക്കേണ്ടതിൻ്റെ ആവശ്യകതയും വ്യക്തമാക്കുന്നു. കർഷകരുടെ അനുഭവ സമ്പത്തും വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന അറിവും സമന്വയിപ്പിക്കുമ്പോൾ മാത്രമേ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും കൃഷിയെ ലാഭകരമാക്കാനും സാധിക്കൂ. കർഷകർ തമ്മിലുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യവും ഈ അഭിമുഖം അടിവര ഇടുന്നു. അപ്പോൾ നമ്മൾ അഭിമുഖം തയ്യാറാക്കി, അഭിമുഖത്തിൻ്റെ റിപ്പോർട്ടും തയ്യാറാക്കി. ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനം പദചേരുവ കണ്ടെത്താം. നോക്കൂ, എണ്ണി തിട്ടപ്പെടുത്തി, അത് നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? എണ്ണിയും തിട്ടപ്പെടുത്തി 2 വാക്കുകളായിട്ട് നമുക്ക് വേർതിരിക്കാം. അതേപോലെ കൃത്യമായിരുന്നില്ല, കൃത്യം ആയിരുന്നില്ല, സമയമാകുമ്പോൾ, സമയമാകുമ്പോൾ. ചേർത്ത് എഴുതുമ്പോൾ ഈ പദങ്ങൾക്കുണ്ടാകുന്ന ഭാഷാപരമായ മാറ്റങ്ങൾ എന്തെല്ലാം കണ്ടെത്തുക. ചേർത്തെഴുതിയ മറ്റു പദങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി അവയുടെ മാറ്റങ്ങൾ വ്യക്തമാക്കുക. അപ്പോൾ നമുക്ക് ചേർത്തെഴുതുമ്പോൾ എന്താണ് ഒരു വാക്യത്തിന് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ചേർത്തെഴുതുമ്പോൾ പദങ്ങൾക്കുണ്ടാകുന്ന ഭാഷാപരമായ മാറ്റങ്ങൾ സന്ധി നിയമങ്ങൾക്കനുസരിച്ചാണ് സംഭവിക്കുന്നത്. ശബ്ദങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് സന്ധി എന്ന് പറയുന്നത്. പ്രധാനമായും ലോപം, അതായത് ലോപം എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരം ഇല്ലാതാവുന്നത്, ആഗമം ഒരു അക്ഷരം പുതുതായി വരുന്നത്, ആദേശം ഒരു അക്ഷരം മാറി മറ്റൊന്ന് വരുന്നത്, ദ്വിത്വം ഒരു അക്ഷരം ഇരട്ടിക്കുന്നത് എന്നിവയാണ് സന്ധിയിലെ മാറ്റങ്ങൾ. അപ്പം നമുക്ക് നോക്കാം. എണ്ണി തിട്ടപ്പെടുത്തി, ഇവിടെ നോക്കൂ, പദങ്ങൾ എണ്ണി പ്ലസ് തിട്ടപ്പെടുത്തി. ഇവിടെ മാറ്റം എന്താണ് നമുക്ക് വന്നത്? തിട്ടപ്പെടുത്തി എന്നതിലെ ത കണ്ടല്ലോ, ഈ ത എന്താണ്? ഇരട്ടിച്ചു അല്ലേ? എന്ന വ്യഞ്ജനം ദ്വിത്വമായി ഇരട്ടിച്ചു. ദ്വിത്വം എന്ന് പറഞ്ഞാൽ ഇരട്ടിക്കുക. അപ്പം തിട്ടപ്പെടുത്തി എന്നതായി മാറി, അതായത് ത എന്തായി മാറി? ത എന്നായി മാറി. അടുത്തത് കൃത്യമായിരുന്നില്ല, കൃത്യം പ്ലസ് ആയിരുന്നില്ല. ഇവിടെ എന്താണ് മാറ്റം? ഭാഷാപരമായ മാറ്റം. കൃത്യം എന്നതിലെ എന്ന അനുസ്വാരം ലോപിച്ചു അല്ലേ? എന്നിട്ട് എന്ത് വന്നു? മാ വന്നു അല്ലേ? പോയി, ഇവിടെ മാ വന്നു. ഇനി വിത്ത് എന്ന വേറെ നമുക്ക് പദങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിത്ത് അധികം എന്ന. ഇവിടെ ഭാഷാപരമായ മാറ്റം എന്താണ്? വിത്ത് എന്നതിലെ ത് എന്ന അക്ഷരം ദ്വിത്വമായി, അതായത് ഇരട്ടിച്ചു, ത എന്നായി മാറി. ത് എന്നുള്ളത് എന്തായി മാറി? ത എന്നായി മാറി. ഓക്കെ. ഇനി അടുത്തത് മഹാത്ഭുതം. മഹാ പ്ലസ് അത്ഭുതം. ഇവിടെ മാറ്റം എന്ന് പറയുന്നത് മഹാ എന്നതിലെ ആയും അത്ഭുതം എന്നതിലെ ആ എന്ന സ്വരവും ചേർന്ന് ആ എന്ന ആദേശം പകരം വരുന്നത് സംഭവിച്ചു. അതായത് ആയും കൂട്ടിച്ചേർന്ന് ആയി മാറി. ഇതാണ് ഈ ഒരു ഇതിൽ സംഭവിച്ച മാറ്റങ്ങൾ. ഇനി അടുത്തത് നമുക്കൊരു പ്രസംഗം നടത്താനാണ്. കൃഷിയാണ് മനുഷ്യന് ആഹാരം നൽകുന്നത്, അതോടൊപ്പം അത് ഒരു സംസ്കാരവുമാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ നെൽകൃഷി കുറയുന്നു. കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗം നടത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രസംഗം നടത്തുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സദസ്സിനെ അഭിമുഖീകരിക്കണം. അപ്പം നമുക്ക് എന്ത് പറയാം? പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ എല്ലാം നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൃഷി. കൃഷിയാണ് മനുഷ്യന് ആഹാരം നൽകുന്നത്, അതോടൊപ്പം അതൊരു സംസ്കാരവുമാണ് എന്ന ഈ വാചകത്തിൽ വലിയ അർത്ഥമുണ്ട്. പണ്ട് നമ്മുടെ നാട്ടിൽ നിറയെ പാടങ്ങൾ ഉണ്ടായിരുന്നു. കർഷകർ രാവും പകലും അധ്വാനിച്ച് നെല്ലുണ്ടാക്കി. ആ നെല്ലായിരുന്നു നമ്മുടെ വിശപ്പകറ്റിയത്. കൃഷി എന്നത് വെറും ജോലി മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. കൊയ്ത്തും വിതയും ഒക്കെ ഉത്സവങ്ങളായിരുന്നു. പാട്ടുപാടിയും സന്തോഷിച്ചുമൊക്കെയാണ് അവർ പണിയെടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ എങ്ങനെയുണ്ട്? നമ്മുടെ പാടങ്ങളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. നെൽകൃഷി വളരെ കുറഞ്ഞു പോയി. രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് മണ്ണിനെ നശിപ്പിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ വിഷമുണ്ടോ എന്ന് പേടിക്കേണ്ട അവസ്ഥയാണ്. പുതിയ തലമുറയ്ക്ക് കൃഷിയോട് താല്പര്യമില്ലാതായി. ഇത് നമ്മുടെ നാടിൻ്റെയും ഭക്ഷ്യസുരക്ഷയെയും പ്രകൃതിയെയും മോശമായി ബാധിക്കുന്നുണ്ട്. കൃഷി വെറും വയറ് നിറയ്ക്കാൻ മാത്രമല്ല, നമുക്ക് ശുദ്ധമായ വായു തരുന്നു, വെള്ളം സംരക്ഷിക്കുന്നു, പല ജീവികൾക്കും വീട് നൽകുന്നു. അതുകൊണ്ട് നമ്മുടെ പറമ്പുകളിലും മട്ടുപ്പാവിലുമൊക്കെ ചെറിയ അടുക്കള തോട്ടങ്ങൾ ഉണ്ടാക്കി നമുക്ക് കൃഷി ചെയ്യാം. വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാം. മണ്ണിനെ സ്നേഹിക്കുന്ന നല്ലൊരു തലമുറയെ നമുക്ക് വളർത്താം. കൃഷിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ പ്രസംഗം നമ്മൾ എഴുതി. ഇനി അടുത്തത് ശാസ്ത്രീയത കണ്ടെത്താം, കുറിപ്പ് തയ്യാറാക്കാം. അധികം വിളഞ്ഞാൽ വിത്തിനാക എന്നൊരു പഴമൊഴി തന്നെയുണ്ട്. ഈ ചൊല്ലിൻ്റെ ശാസ്ത്രീയത അടുത്തുള്ള കൃഷി ഓഫീസറുമായി ചർച്ച ചെയ്യുക. കാർഷിക വൃത്തിയിലെ പാരമ്പര്യ സങ്കല്പങ്ങളും ശാസ്ത്രീയവും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക.
കർഷകർ പ്രകൃതിയെയും വിളകളെയും വർഷങ്ങളോളം നിരീക്ഷിച്ച് നേടിയെടുത്ത അനുഭവങ്ങളാണ് ഇത്തരം പഴമൊഴികൾക്ക് രൂപം നൽകുന്നത്. അധികം വിളഞ്ഞ വിത്തിനാക എന്ന ചൊല്ലി ഈ അനുഭവജ്ഞാനത്തിൽ മികച്ച ഉദാഹരണമാണ്. 8 മാസം 10 മാസം മൂപ്പുള്ള വിത്തുകൾ ആദ്യം പാവുകയും പിന്നീട് ഓരോന്നിൻ്റെയും മൂപ്പനുസരിച്ച് ഞാറ് പറിച്ചു നടുകയും ചെയ്യുന്ന രീതികളും ഈ അനുഭവങ്ങളിൽ നിന്ന് വന്നതാണ്. അധികം വളർന്ന വിത്തിനാക എന്ന പഴമൊഴിക്ക് വ്യക്തമായ ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട്. വിത്ത് അമിതമായി മൂപ്പെത്തുമ്പോൾ മുളയ്ക്കാനുള്ള ശേഷി കുറയും. കാരണം ഭ്രൂണത്തിന് കേടുപാടുകൾ സംഭവിക്കാനും രോഗബാധ ഏൽക്കാനുമുള്ള സാധ്യത കൂടും. അതുകൊണ്ടാണ് 80-90% മൂപ്പാകുമ്പോൾ വിളവെടുക്കാൻ ശാസ്ത്രജ്ഞന്മാർ നിർദ്ദേശിക്കുന്നത്. നമ്മുടെ കർഷകർ തലമുറകളായി കൈമാറി വന്ന പല കാർഷിക അറിവുകൾക്കും സങ്കല്പങ്ങൾക്കും പിന്നിൽ ദീർഘകാലത്തെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളുമുണ്ട്. ഇത് വെറും പഴഞ്ചൊല്ലുകളായിരുന്നില്ല, പ്രകൃതിയെ മനസ്സിലാക്കിയുള്ള ശാസ്ത്രീയമായ ഉൾക്കാഴ്ചകളായിരുന്നു. വിദ്യാഭ്യാസം വന്നതോടെ ഈ പരമ്പരാഗത അറിവുകൾക്ക് കൃത്യമായ കണക്കുകളുടെയും രേഖപ്പെടുത്തലിൻ്റെയും രൂപത്തിൽ ശാസ്ത്രീയമായ അടിത്തറ ലഭിച്ചു. കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളും ഈ അറിവുകൾക്ക് കരുത്തു പകരുന്നു. ഇനി നമുക്ക് അടുത്തത് കുറിപ്പെഴുതാം പതിപ്പാക്കാം. നിങ്ങളുടെ വീട്ടിലെ സ്കൂളിലെ കൃഷി അനുഭവത്തെക്കുറിച്ച് കുറിപ്പ് എഴുതുക. കുറിപ്പുകളെല്ലാം ചേർത്ത് വെച്ച് ക്ലാസ് പതിപ്പ് തയ്യാറാക്കുക. അതിനെ ഡിജിറ്റൽ പതിപ്പാക്കി സ്കൂൾ ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഒരു അനുഭവം എഴുതാം. ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു കൊച്ചു പച്ചക്കറി തോട്ടമുണ്ട്. അമ്മയുടെ നേതൃത്വത്തിലാണ് കൃഷി. സ്കൂളിൽ നിന്ന് വന്നാൽ എൻ്റെ ഒഴിവു സമയം ഞാൻ ഈ തോട്ടത്തിലാണ് ചിലവഴിക്കാറ്. ആദ്യം മണ്ണ് കിളച്ച് പാകപ്പെടുത്തുന്നതും മുതൽ വളമിടുന്നതും വിത്തിടുന്നതും നനയ്ക്കുന്നതുമെല്ലാം ഞാൻ അമ്മയെ സഹായിക്കും. പയർ, വെണ്ട, വഴുതന, തക്കാളി, ചീര എന്നിവയാണ് ഞങ്ങളുടെ തോട്ടത്തിലെ പ്രധാനികൾ. രാസവളങ്ങളോ കീടനാശിനികളോ ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അടുക്കളയിലെ മാലിന്യങ്ങൾ കമ്പോസ്റ്റ് ആക്കിയും ചാണകം ഉപയോഗിച്ചുമാണ് വളമിടുന്നത്. കീടങ്ങളെ അകറ്റാൻ വേപ്പെണ്ണ സ്പ്രേ ചെയ്യാറുണ്ട്. ചെടികൾ വളർന്ന് വലുതാവുമ്പോൾ ഓരോ ഇലയും ഓരോ പൂവും കായും എനിക്ക് വലിയ സന്തോഷം നൽകും. ആദ്യമായി ഒരു വെണ്ടയ്ക്ക പറിച്ചെടുത്തപ്പോൾ എന്തുമാത്രം സന്തോഷം തോന്നിയെന്നോ. ഞങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയ പച്ചക്കറികൾ കറി വെച്ച് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണ്. ഈ കൃഷിയിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അധ്വാനത്തിൻ്റെ വില, പ്രകൃതിയെ സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ക്ഷമയുടെ ആവശ്യകത എന്നിവയെല്ലാം ഈ കൊച്ചുതോട്ടം എനിക്ക് പഠിപ്പിച്ചു തന്നു. ഒരു വിത്തിൽ നിന്ന് ഒരു ചെടി ഉണ്ടാകുന്നതും അത് കായ്ക്കുന്നതും കാണുമ്പോൾ പ്രകൃതിയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തുപോകും. കൃഷി എന്നത് വെറും അന്നം ഉണ്ടാക്കൽ മാത്രമല്ല, അത് ജീവിതം പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠശാല കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് അടുത്തത് വിത്തുമേളയാണ്. നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായ വിത്തുകളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും ഉണ്ടല്ലോ. ഇവ ശേഖരിച്ച് നാട്ടിലുള്ള കർഷകരുടെ സഹായത്തോടെ വിത്തുമേള സംഘടിപ്പിക്കുക. അപ്പോൾ വിത്തുമേള സംഘടിപ്പിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം? ആദ്യം വിത്ത് പ്രദർശിപ്പിക്കണം. വിത്ത് പ്രദർശനം. ശേഖരിച്ച വിത്തുകൾ ഭംഗിയായി പ്രദർശിപ്പിക്കുക. ഓരോ വിത്തിനത്തെക്കുറിച്ച് ലഘുവിവരണം നൽകുക. അടുത്തത് വിത്ത് കൈമാറ്റവും വിപണനവും. കർഷകർക്ക് തങ്ങളുടെ കൈവശമുള്ള വിത്തുകൾ പരസ്പരം കൈമാറാനും വിൽക്കാനുമുള്ള സൗകര്യം ഒരുക്കും. ഇത് വിത്തുകളുടെ വൈവിധ്യം നിലനിർത്താൻ സഹായിക്കും. ഇനി അടുത്തത് സെമിനാറുകളും ചർച്ചകളും. വിത്തുകളുടെ പ്രാധാന്യം, ജൈവ കൃഷി, പുതിയ കൃഷിരീതികൾ, കീടനിയന്ത്രണം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധരെയും കർഷകരെയും പങ്കെടുപ്പിച്ച് ചർച്ചകളും സെമിനാറുകളും നടത്തുക. കൃഷിഭവൻ ഉദ്യോഗസ്ഥരെയും കാർഷിക വിദഗ്ധരെയും ക്ഷണിക്കുന്നത് നന്നായിരിക്കും. ഇനി അടുത്തത് പ്രദർശന സ്റ്റാളുകൾ. ജൈവവളം, ജൈവ കീടനാശിനി ഉപാധികൾ, കീടനിയന്ത്രണ ഉപാധികൾ, പുതിയ കാർഷിക യന്ത്രങ്ങൾ എന്നിവയുടെ സ്റ്റാളുകൾ ഒരുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വിത്ത് മേളയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. കുറിപ്പെഴുതി, അതേപോലെ തന്നെ ഒരു ഉപന്യാസം നമ്മൾ തയ്യാറാക്കി, അതേപോലെ ചോദ്യാവലിയും അതുമായി അഭിമുഖ റിപ്പോർട്ടും നമ്മൾ തയ്യാറാക്കി. അപ്പോൾ മുഴുവൻ പ്രവർത്തനങ്ങളും ഈ പാഠഭാഗത്തിൻ്റെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം നിങ്ങൾ വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾക്കുടേതായിട്ടുള്ള രീതിയിൽ ഉത്തരങ്ങൾ തയ്യാറാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.